ശ്രീ മാത്രേ നമ. മൂകാംബിക ദേവി ക്ഷേത്രം ചരിത്രം ഭാഗം 18. മൂകാംബിക ദേവി തന്റെ യഥാർത്ഥ ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്മശാനാപത്തുകളെ അതിജീവിക്കാൻ രുദ്രഹോമം, ഭൗതികവും ആത്മീയവുമായ നേട്ടം ലഭിക്കാൻ ഗായത്രി ഹോമം, ശത്രുദോഷമില്ലാതാക്കാൻ ഭൈരവി ഹോമം, പണവും പേരും പ്രശസ്തിയും നേടാൻ കാർത്യായനി ഹോമം, സമാധാനത്തിനും ഐശ്വര്യത്തിനും ശ്രീസൂക്ത ഹോമം, പരേതാത്മാക്കളുടെ ശാന്തിക്കായി തിലഹോമം, ക്ലേശങ്ങൾ അകറ്റാൻ ശനീശ്വര ഹോമം, ശാരീരിക ശക്തിയും ഉന്മേഷത്തിനും ഹനുമാൻ ഹോമം, ദുരാത്മാക്കളിൽ നിന്ന് രക്ഷ നേടാൻ മഹാകാളി ഹോമം, ഭൗതിക നേട്ടത്തിന് ശ്രീവിദ്യ ഹോമം. ഇങ്ങനെ നിരവധി പൂജകളും ഹോമങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. വിദ്യയുടെ ദേവിയായ ദേവി മൂകാംബിക തന്റെ ഭക്തർക്ക് ജ്ഞാനവും അറിവും നൽകി അനുഗ്രഹിക്കുന്നു. ആത്മവിശ്വാസം, ഏകാഗ്രത, നേട്ടം എന്നിവയാണ് ഈ ദേവതയുടെ മുഖമുദ്ര. കൊല്ലൂർ മൂകാംബിക ദേവിയുടെ അപാരമായ ശക്തിയാൽ അസുഖങ്ങൾ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു. ചണ്ഡികാഹോമം എല്ലാ ഭക്തർക്കും വളരെ പ്രയോജനകരമാണെന്നാണ് വിശ്വാസം. ഇത് സാധാരണയായി രാവിലെ 9 മുതൽ 12 മണിവരെയാണ്. ദേവിയുടെ ക്ഷേത്രത്തിൽ ഈ ഹോമങ്ങൾ നടത്തുന്നതിന് ഏകദേശം 2 വർഷത്തോളം അവരുടെ ഊഴം വരുന്നതുവരെ കാത്തിരിക്കണം. ഭക്തർ പൂജയ്ക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളാണ് നവരാത്രി മഹോത്സവം. വിദ്യാരൂപിയായ മൂകാംബികാ ദേവിയെ തൊഴുത് പ്രാർത്ഥിക്കുന്നതിനും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുന്നതിനും ഏറ്റവും മികച്ച ദിവസങ്ങളായാണ് നവരാത്രി കാലം കരുതുന്നത്. ബ്രഹ്മസ്വരൂപിണിയായും സകല കലകൾക്കും അധിപതിയുമായ മൂകാംബികാ ദേവിയുടെ സന്നിധിയിൽ നവരാത്രി കാലത്ത് വന്നു പ്രാർത്ഥിക്കുന്നത് സവിശേഷ ബലങ്ങൾ തരുന്നമെന്ന് കരുതപ്പെടുന്നു. കലാരംഗത്തും സാഹിത്യരംഗത്തും ഉന്നതിയിൽ എത്തുവാനും പഠനത്തിൽ മികച്ച ഫലം നൽകുവാനുമെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മൂകാംബികാ ദേവി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം.